അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ യാത്ര ഈ കാലഘട്ടത്തിൽ നിർമ്മിതികൾ കൊണ്ട് വിസ്മയം തീർത്ത ഏവരെയും ആകർഷിക്കുന്ന ഒരു സിറ്റിയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ കാണേണ്ട, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയാണത്. നമുക്ക് കാണാം ആ കാഴ്ചകൾ. വയനാടിൻ്റെ ഹരിത ഭംഗിയാർന്ന രീതിയിലുള്ള നേരം പുലരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ എത്രയോ മനോഹരമായ ഈ ഹരിത ഭംഗിയിൽ തീർത്ത സ്ഥലങ്ങൾ എത്ര കൺകുളിർക്കെ കണ്ടാലും കാഴ്ചകൾ മതിവരാത്ത ഒരു ഭംഗിയാണ്, പ്രകൃതിയുടെ ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നത്. നേരം പുലരുന്ന സമയത്താണ് വയനാടിനെ കാണാൻ ആ ഒരു ഹരിത ഭംഗി. വയനാട് ചുരം, അത് നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ആ ഒരു കാഴ്ച പുലർച്ചെ തന്നെയാണ്. പുലർച്ചെയുള്ളൊരു കാഴ്ച നമ്മൾ കണ്ട വയനാടല്ല, വയനാട് ചുരമല്ല നമുക്ക് കാണാൻ കഴിയുക. അത്രക്കും ഭംഗിയാണ് ചുരത്തിലൂടെയുള്ള പുലർച്ചെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി. ആ ഒരു സമയത്ത് തിരക്കും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വയനാട് ചുരം, അതുപോലെ തന്നെ വയനാട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പുലർച്ചെ വയനാട് യാത്ര പോവുക. അപ്പോൾ ആളുകൾ കുറവായിരിക്കും. ഈ സമയത്ത് വയനാടിനെ കാണാൻ നല്ല ഭംഗിയുമാണ്. നേരം പുലരുന്ന സമയത്ത് വന്യമൃഗങ്ങൾ ധാരാളം നമുക്ക് വയനാട് ചുരത്തിലൂടെയുള്ള യാത്രയിലൂടെ നമുക്ക് കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ ചന്തം പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ തന്നെ നമുക്ക് അത് വലിയൊരു ആസ്വാദന രീതിയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഏറ്റവും സുഗമമായ രീതിയിൽ ഉള്ള യാത്ര അത് രാവിലെയുള്ള യാത്ര തന്നെയാണ്. ഈ ഒരു സമയത്ത് വയനാട് ചുരം വണ്ടികളൊക്കെ വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് രാവിലെ തന്നെയാണ് ഏറ്റവും നല്ല സമയം എന്ന് തന്നെ പറയാം. നമ്മളീ കാണുന്നത് പോലെ വിജനമായ റോഡാണ്. നമ്മൾ കാണുന്ന ചുരത്തിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മളീ കാണുന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതലും വാഹന ഗതാഗതം കൂടുതലുള്ള സമയങ്ങളായതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ യാത്ര ചെയ്യുമ്പോൾ വല്ലാതെ മുഷിപ്പ് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള യാത്ര ആവുമ്പോൾ കൂടുതലായിട്ട് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ യാത്രക്ക് നമുക്കതിൻ്റെ ആ ഒരു മുഷിപ്പ് അനുഭവപ്പെടാൻ സാധ്യത വളരെ കുറവുമാണ്. ഇത് വയനാട് ചുരത്തിൻ്റെ ഒരു ഭംഗി നമുക്കെപ്പോഴും അടുത്തറിയാനും കണ്ടറിയാനും സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ് നമ്മൾ എത്തുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സിറ്റിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അത് നോളജ് സിറ്റി. ഇന്ത്യയുടെ തന്നെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മതസാംസ്കാരിക രംഗത്തും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മർക്കസിൻ്റെ മറ്റൊരു സംരംഭമാണ് മർക്കസ് നോളജ് സിറ്റി. ആ നോളജ് സിറ്റിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ യാത്രയിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഗ്രാൻഡ് മസ്ജിദാണ് നമ്മൾ ഈ കാണുന്നത്. മുമ്പ് നമ്മൾ വന്നപ്പോൾ ഗ്രാൻഡ് മസ്ജിദിൻ്റെ പണി നടക്കുകയായിരുന്നു. അന്നൊന്നും നമുക്ക് ഗ്രാൻഡ് മസ്ജിദിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഗ്രാൻഡ് മസ്ജിദ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള മെഡിക്കൽ കോളേജുകൾ, യുനാനി കോളേജ്, ആയുർവേദിക് കോളേജ്, അതുപോലെ തന്നെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫ് ക്യാമ്പസുകളൊക്കെ ഇന്ന് ഈ നോളജ് സിറ്റിയിലുണ്ട്. വരുന്ന ആളുകൾക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ട ഉപയോഗപ്പെടുത്തേണ്ട എല്ലാം അടങ്ങിയിട്ടുണ്ട് മർക്കസ് നോളജ് സിറ്റിയിൽ. ആ മർക്കസ് നോളജ് സിറ്റിൻ്റെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ബേസ്മെൻറ്റിലുള്ള
സൂക്ക് എന്നറിയപ്പെടുന്ന, നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള സൂക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്ത ഒരു സംരംഭമാണ്. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിനോട് ചേർന്ന സൂക്കിലുള്ളത്. നമ്മൾ അവിടെയൊക്കെ സന്ദർശിച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ നോളജ് സിറ്റിയിൽ ഫ്ലാറ്റുകൾ ഇന്ന് ഇന്ത്യയുടെ വ്യാവസായിക ഭൂപടത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരിടമാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ലോകോത്തര നിലവാരത്തിലുള്ള, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഫ്ലാറ്റുകൾ ഇന്ന് മർക്കസ് നോളജ് സിറ്റിയിൽ ലഭ്യമാണ്. ആ നോളജ് സിറ്റിയിലെ ഫ്ലാറ്റുകളെ കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ ഒരുപാട് ഓഫ് ക്യാമ്പസുകൾ, നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ച് ഉയരാനും, അതുപോലെ തന്നെ നല്ല അന്തരീക്ഷത്തിൽ പഠിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് നോളജ് സിറ്റിയിലുള്ളത്. ഫായിസ് നൂറാനിയാണ് നമ്മളെ മർക്കസ് നോളജ് സിറ്റിയെക്കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ നോളജ് സിറ്റിയുടെ കൂടുതൽ കാര്യങ്ങളും, അതുപോലെ തന്നെ ഗ്രാൻഡ് മസ്ജിദിനെ കുറിച്ചൊക്കെ നമുക്ക് വിശകലനം ചെയ്തു തരാനും ഫായിസ് നൂറാനിയാണ് നമ്മളെ കൂടെയുള്ളത്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു കാര്യദർശിയാണ്. ഇദ്ദേഹത്തെ വരുന്ന ആളുകൾക്കൊക്കെ മർക്കസ് നോളജ് സിറ്റിയിൽ ജസ്റ്റ് വന്ന് പോവുക എന്നുള്ളതല്ല, നോളജ് സിറ്റിയെക്കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ വിശേഷണങ്ങളും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മസ്ജിദാണ് ദ ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന നോളജ് സിറ്റിയിലുള്ള ഈ ഒരു മസ്ജിദ്. ഈ മസ്ജിദിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനുമുണ്ട്. വന്ന് കണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല, ഓരോ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മസ്ജിദ് തന്നെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർമ്മിച്ച ഈ ഒരു നോളജ് സിറ്റിയിലുള്ള ഗ്രാൻഡ് മസ്ജിദ്. ആ ഗ്രാൻഡ് മസ്ജിദിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒട്ടനവധി വിനോദസഞ്ചാര മാർഗങ്ങളും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള തനിമയാർന്ന ഒരുപാട് വിനോദ പരിപാടികൾ ഈ നോളജ് സിറ്റിയിൽ ഇന്ന് അരങ്ങേറുന്നുണ്ട്. ഫായിസ് നൂറാനിയാണ് നമുക്ക് മർക്കസ് നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദിനെയും അതുപോലെ തന്നെ നോളജ് സിറ്റിയെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. വരുന്ന ആളുകൾക്കൊക്കെ ഫായിസ് നൂറാനിയെ ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റിലായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് ഫായിസ് നൂറാനിയെ വിളിച്ചു ഈ ഒരു ഗ്രാൻഡ് മസ്ജിദിനെ കുറിച്ചും അതുപോലെ തന്നെ നോളജ് സിറ്റിയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. മർക്കസ് നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഉളൂഹി എടുക്കുന്ന ഭാഗമാണ്. ഗ്രാൻഡ് മസ്ജിദിലെ ഹോസ്പിറ്റാലിറ്റി സവിശേഷതകൾ കൊണ്ട് തന്നെ ഏത് സമയത്തും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്നുള്ളതും ഈ ഒരു ഉളൂഹി എടുക്കുന്ന ഭാഗത്തെ നമുക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് കയറാൻ ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകളൊക്കെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതും ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഒരു സവിശേഷ ഗുണമാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഗ്രാൻഡ് മസ്ജിദിൻ്റെ അകത്തളം. എത്ര ഭംഗിയാർന്ന രീതിയിലാണ് ഈ ഒരു ഗ്രാൻഡ് മസ്ജിദിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം തന്നെ നമുക്കൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ രീതി ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് നിറഞ്ഞൊരു മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് പ്രയാസമാണ്. ഗ്രാൻഡ് മസ്ജിദിൻ്റെ മറ്റൊരു സവിശേഷതയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന ആ സെൻറ്ററിൽ കാണുന്ന അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ച ഭാഗം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മസ്ജിദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗമാണ് ലൈബ്രറി. ഒരുപാട് സവിശേഷതകളാണ് ഗ്രാൻഡ് മസ്ജിദിന് പറയാനുള്ളത്. ഇതര സമുദായ ആളുകൾക്ക് വരുമ്പോൾ അവർക്ക് മസ്ജിദിലെ പ്രാർത്ഥനാ കർമ്മങ്ങൾ കാണാൻ ഉള്ള ഒരിടമാണിത്. ഇവിടെ നിന്നും അവർക്ക് പ്രാർത്ഥനാ കർമ്മങ്ങൾ വീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിമ്പറാണ്. ഇത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ജുമുഅ സമയത്ത് മാത്രമേ അത് പുറത്തു വരൂ. അതുപോലെ തന്നെ മസ്ജിദിൽ 4 തൂണുകളുണ്ട്. ഈ 4 തൂണുകളും 4 ഇമാമുമാരുടെ പേരിലാണ്. ഇമാം ഷാഫി, ഇമാം മാലിക്കി, ഇമാം അംബലി, ഇമാം അനഫി. ഈ 4 ഇമാമുമാരുടെ പേരുകളാണ് മസ്ജിദിനകത്തെ തൂണുകൾക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ തൂണുകൾക്കും അതിൻ്റേതായിട്ടുള്ള ആ സവിശേഷതകൾ നിലനിർത്തുന്നതും ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്.
അതുപോലെ തന്നെ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂക്തങ്ങളായ സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ ഫതഹ്, ഈ കുബ്ബയുടെ സെൻട്രൽ മധ്യഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നല്ല മനോഹരമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫായിസ് നൂറാനി ഉസ്താദ് നമ്മളുമായിട്ട് ഗ്രാൻഡ് മസ്ജിദിൻ്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ നമുക്ക് തീർത്തും ആ ഒരു ഗ്രാൻഡ് മസ്ജിദിൻ്റെ സവിശേഷത കാണാൻ സാധിച്ചതും ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു മസ്ജിദ് ആദ്യമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഓരോ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ ഫതഹാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളാണ് ഗ്രാൻഡ് മസ്ജിദ് കാണാനും ഗ്രാൻഡ് മസ്ജിദിൻ്റെ സവിശേഷതകൾ കണ്ടറിയാനും മനസ്സിലാക്കാനും ദിനേനെ ഇവിടെ വരുന്നത്. നോളജ് സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നോളജ് സിറ്റി പോവുകയാണെങ്കിൽ ഈ ഒരു മസ്ജിദിൻ്റെ സവിശേഷതകൾ കണ്ടറിയണം. അതുപോലെ തന്നെ അത് പഠിക്കാനും നമുക്ക് സാധിക്കണം. കാരണം അത്തരത്തിലുള്ള വലിയ ഒരു ആർക്കിടെക്ചറൽ രീതിയാണ് ഈ ഒരു മസ്ജിദിന് ക്രിയേറ്റ് ചെയ്തതും അത്ഭുതപ്പെടുത്തിയതും. ഇത് തന്നെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ പ്രത്യേകതയും അത്ഭുതം എന്ന് തന്നെ പറയാം. എല്ലാ ഭാഗങ്ങളും തേക്ക് കൊണ്ടുണ്ടാക്കിയ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് മസ്ജിദിൻ്റെ. ഏത് സമയവും മസ്ജിദ് ക്ലീൻ ചെയ്തുകൊണ്ടും അത് പരിചരിച്ചു കൊണ്ടും നിൽക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇത് നോളജ് സിറ്റിയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോൺഫറൻസ് ഹാളാണ്. രാജ്യത്ത് വരുന്ന പ്രധാനികളായ ആളുകൾ നോളജ് സിറ്റി കാണാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ഗ്രാൻഡ് മസ്ജിദിൽ സ്വീകരിക്കുന്ന ആ ഒരു ഇരിപ്പിടമാണ് നമ്മൾ ഈ കാണുന്നത്. എന്തൊരു മനോഹരമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വരുന്ന അതിഥികളെ മാന്യമായ രീതിയിൽ സ്വീകരിച്ചിരുത്തുന്നതും ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഈ ഒരു കോൺഫറൻസ് ഹാളാണ്. നമുക്കൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഫായിസ് നൂറാനിയുടെ ഈ ഒരു വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുതന്നെയാണ് ഗ്രാൻഡ് മസ്ജിദിനെ വരും തലമുറക്ക് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നൽകിയ സംഭാവന. അത് വിലമതിക്കാനാവാത്ത ഒന്നാണ് നോളജ് സിറ്റിയും അതുപോലെ തന്നെ ഗ്രാൻഡ് മസ്ജിദും. ഇത് നമുക്ക് ഇവിടെ വന്ന് അത് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദ് ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയയിൽ വരുന്ന സൂക്ക്. നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഒരുപാട് സൂക്കുകൾ കണ്ടിട്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലമാണ് നോളജ് സിറ്റിയിലെ സൂക്കുകൾ. സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് കുതിരസവാരി, അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണ്. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നോളജ് സിറ്റിയിൽ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ നോളജ് സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര ഭംഗിയാർന്ന രീതിയിലാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും നോളജ് സിറ്റിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ വരുന്ന കുടുംബാംഗങ്ങൾക്ക് അവർക്ക് ഉല്ലസിക്കാൻ വേണ്ട ഇരിപ്പിടങ്ങളും ഒരുപാട് വിനോദ കലകളും ഇന്ന് മർക്കസ് നോളജ് സിറ്റിയിലുണ്ട്. മർക്കസ് നോളജ് സിറ്റി നേരിട്ട് കണ്ടറിഞ്ഞാൽ മാത്രമേ ഈ ഒരു നോളജ് സിറ്റിയെക്കുറിച്ചും ഗ്രാൻഡ് മസ്ജിദിനെക്കുറിച്ചും ഇവിടെ വരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കൂ. നമ്മളെ മുന്നിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ യുനാനി മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി വരുന്നതും നോളജ് സിറ്റിയിലാണ്. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തൊട്ടറിയാനും കണ്ടറിയാനും ഈ ഒരു മർക്കസ് നോളജ് സിറ്റി ഉപകാരപ്പെടും എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. പകുതി മാത്രമാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ഇനിയും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു
എക്കോ ഫ്രണ്ട്ലി മേഖല എന്നുള്ളത് മർക്കസ് നോളജ് സിറ്റി ആകും എന്നതിൽ ആർക്കും തർക്കമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നിർമ്മാണ രീതിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ വരും കാലങ്ങളിൽ മർക്കസ് നോളജ് സിറ്റിയുടേത് ഏറ്റവും വലുതാകും. ഇതുതന്നെയാണ് മർക്കസ് നോളജ് സിറ്റിയും ലക്ഷ്യമാക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസപരമായ പുരോഗതി കൈവരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്നത്, വിദ്യാർത്ഥികളും ആശ്രയിക്കുന്നതും അന്യ സംസ്ഥാനങ്ങളെയാണ്. ഈ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ നിന്നും വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥലമാകും മർക്കസ് നോളജ് സിറ്റി എന്നതിൽ. ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതുതന്നെയാണ് മർക്കസ് നോളജ് സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും. ദിനേന വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനുമാണ് ഏറെക്കുറെ ആളുകൾ മർക്കസ് നോളജ് സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് മർക്കസ് നോളജ് സിറ്റിയിൽ വരുന്നത്. മർക്കസ് നോളജ് സിറ്റിയിൽ വരുന്ന ആളുകൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ പോകാൻ ഉള്ള, കാണാനും കണ്ടറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള ഒട്ടനവധി അനുഭവങ്ങളാണ് മർക്കസ് നോളജ് സിറ്റിയിലുള്ളത്. തീർച്ചയായിട്ടും മർക്കസ് നോളജ് സിറ്റിയിൽ നമ്മൾ വരുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോട് കൂടി മാത്രം വരിക. കാരണം വന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ പോകാം എന്നുള്ള ധൃതിയിൽ വന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ കൂടുതലായിട്ട് നമുക്ക് മർക്കസ് നോളജ് സിറ്റിയെക്കുറിച്ച് അറിയാനും ഗ്രാൻഡ് മസ്ജിദിനെ കുറിച്ച് അറിയാനൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എടുക്കും എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ വന്നിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ മർക്കസ് നോളജ് സിറ്റിയിൽ ഇപ്പോൾ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസുകളെ കുറിച്ച് അറിയാനും ഇവിടെ വരുന്ന ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ ആയുർവേദ മേഖലകളിലും അതുപോലെ തന്നെ യുനാനി അലോപ്പതി മേഖലകളിലും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിൻ്റെ വിശകലനം നൽകാനും ആളുകൾ ഇവിടെ ഉണ്ട്. അതിന് തന്നെ ഒരുപാട് സമയമെടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കാനും ആ കാര്യങ്ങളുടെ വിശകലനം കേൾക്കാനും അറിയാനും ഒക്കെ നമ്മൾ ഈ കാണുന്നത് കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഓരോ പാതയോരങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി മേഖലയാണ് മർക്കസ് നോളജ് സിറ്റി. മർക്കസ് നോളജ് സിറ്റിയുടെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ പോകുമ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ദിനേന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മർക്കസ് നോളജ് സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഹൈ സെക്യൂരിറ്റി മേഖല ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയെ അതേപോലെ സംരക്ഷിച്ചുകൊണ്ട് ആ പ്രകൃതിയുടെ ഭംഗി ഒട്ടും ചോരാതെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതികളും നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം കഴിഞ്ഞ ഓരോ കെട്ടിടങ്ങളുടെ അടുത്ത് പോകുമ്പോഴും ഒട്ടും പ്രകൃതിയെ നശിപ്പിക്കാതെ നല്ല രീതിയിൽ അത് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് നോളജ് സിറ്റിയെ രാജ്യത്തിൻ്റെ മറ്റു ഇതേപോലുള്ള സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥക്കും യാതൊരുവിധ കോട്ടം തട്ടുന്നില്ല എന്നത് തന്നെയാണ് നോളജ് സിറ്റിയുടെ പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകളാണ് നോളജ് സിറ്റിയും ഗ്രാൻഡ് മസ്ജിദും കാണാൻ ഇവിടെ എത്തുന്നത് എന്ന് നമുക്ക് വളരെയധികം ആശ്ചര്യപ്പെടുത്തി ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ. നൂറാനി ഉസ്താദ് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശകലനം കേൾക്കാൻ സാധിച്ചതും നമുക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ വന്ന സമയം ഒട്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം മർക്കസ് നോളജ് സിറ്റിയിൽ വരുമ്പോൾ നമ്മൾ വരുന്ന കാഴ്ചക്കാരായി കണ്ടു പോവലല്ല. കാരണം ഒരു സിറ്റി എന്നുള്ള നിലക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. ഇതാണ് 5 സ്റ്റാർ ഹോട്ടൽ മർക്കസ് നോളജ് സിറ്റിയിൽ. വയനാട് കാണാൻ വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്ലാറ്റുകളും ദിനേന വാടകയ്ക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വൈകിട്ട്
മർക്കസ് നോളജ് സിറ്റിയിലെത്തിയാൽ കുറഞ്ഞ പൈസക്ക് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹൈ സെക്യൂരിറ്റി ഫെസിലിറ്റി ഉള്ള നോളജ് സിറ്റിയിൽ താമസിച്ച് രാവിലെ വയനാട് കാണാനും വയനാടിനെ കുറിച്ച് അറിയാനൊക്കെ സാധിക്കും. ഇതാണ് മർക്കസ് നോളജ് സിറ്റിയിൽ വരുന്ന ഏറ്റവും വലിയ രാജ്യത്തെ തന്നെ ലൈബ്രറി. മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും തൊട്ടറിയാനും കണ്ടറിയാനും സാധിക്കും എന്നതിൽ നിസ്സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.